ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, കാരണം ബിസി ആയിരുന്നു, ട്രാവലിംഗ് ആയിരുന്നു. ഇപ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. ഇന്നിപ്പോൾ ഞാൻ കുറേ നാളായി കുക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. കുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാനത് കാണുന്നതൊക്കെ ഞാൻ എടുത്തിടും. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ബാക്ക് റിബ്സ്, എന്താ പറയുക, പോർക്കിൻ്റെ റിബ്സ് മേടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അതും കുറച്ച് പൊട്ടാറ്റോ ആണ്, പിന്നെ ഒരു സീസണിങ് ആണ്, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കൊറിയാണ്ടർ. നമ്മൾ ഉപ്പ് ഉപയോഗിക്കാനുള്ള കാരണം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉപ്പുണ്ട് കുറേ. അപ്പോൾ ആദ്യം നമ്മൾ ശരിക്കും ഇത് സ്മോക്കറിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രില്ലാണെങ്കിൽ അതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് നമുക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങണം. നാളെ വേറെ പരിപാടിയുണ്ട്. അപ്പോൾ ഇത് സീസണിങ് ഇടുന്നു. സാധാരണ എൻ്റെ കുക്കിങ്ങൊക്കെ അമ്മയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പെടപെടുന്ന് കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ സ്മോക്കിങ്ങൊക്കെ ഞാൻ സമയത്താണ് ചെയ്യാറ്, കാരണം ഒരു സ്മോക്കിങ് ശരിക്കും സ്മോക്ക് ചെയ്ത് ടെക്സസ് ബാർബിക്യൂ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് വേറൊരു ഫീലാണ്. ജസ്റ്റ് അത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. കുക്കറിൽ ഇത് ആക്ച്വലി 2 മണിക്കൂർ എടുത്ത് നമ്മൾ ഗ്രില്ല് ഓവനിൽ നമ്മൾ സ്ലോ കുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ കുക്കറിൽ പെട്ടെന്ന് കുക്കാവും, അതുകൊണ്ടാണ് കുക്കർ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ കൂടെ ഇതിലിടുന്നുണ്ട്. ഇത് ഒരു മാക്സിമം ഒരു 15-20 മിനിറ്റോളം സാധനം കുക്ക് ചെയ്യും. ഇത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നു, ജസ്റ്റ് പൊട്ടിയൊരു വെള്ളം, അതിന് നേരെ അടച്ച് കയറ്റാണ്. ഇത് പടപടയിൽ നമ്മൾ റെസിപ്പി ചെയ്തുകൊണ്ടാണ് പടപടയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കൊരു പെഗ് കുടിക്കാം. ഇതെപ്പോഴും നമ്മളൊരു ഓൺ ദ റോക്സിലാണ് കഴിക്കാറ്, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കാരണം ഇത് ജെമീസനാണ്, ഐറിഷ് വിസ്കിയാണ്. അപ്പോൾ ഓൺ ദ റോക്സ് തന്നെയാണ് കഴിക്കാൻ. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഇരിക്കുന്നത് കണ്ടില്ലേ, അപ്പോൾ നമുക്കത് കോർക്കാവുന്നത് വരെ ഫ്രൂട്ട്സാണ് നമ്മൾ കഴിക്കുന്നത് ഇതിൻ്റെ ഒരു ഇതായിട്ട്. അപ്പോൾ ചേസ് 3 വിസിലടിച്ചു, കുക്കർ 6 വിസിലടിച്ചു. നമുക്ക് ക്ഷമിക്കാത്ത കാരണം തണുത്തവരെ ഒഴിച്ച് കുക്കറിനെ ചൂടാക്കിയിട്ട് പോകും. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി. എടാ, ഒരു പൊടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചതാണ്, ഇത്രയും വെള്ളം വന്നു. നമുക്കിതൊക്കെ ഒന്നും കാര്യമില്ല. ഇനി അത് കുറച്ച് നേരം ഓവനിലിടുന്ന് ബ്രോയിൽ ആവട്ടെ. അപ്പോൾ നമ്മുടെ സാധനം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ സാധനം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹാവ് എ ഗുഡ് നൈറ്റ്.